SSLC മൂല്യനിർണ്ണയ മാറ്റത്തിൽ കടുത്ത എതിർപ്പുമായി ഭരണപക്ഷ അനുകൂല അധ്യാപക സംഘടനയായ KSTA മിനിമം മാർക്ക് കൊണ്ടുവന്നാൽ വിജയശതമാനം കുത്തനെ ഇടിയാൻ സാധ്യതയുണ്ട്. ഇത് രാഷ്ട്രീയമായി ദോഷം ചെയ്യും. വിദ്യാഭ്യാസ മന്ത്രിയുടെ തീരുമാനം കൂടിയാലോചനകൾ ഇല്ലാതെയെന്നും KSTA പരാതി. ഗോപാൽ ശിലാസനൽ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. ഗോപാൽ, എന്താണ് KSTA മിനിമം മാർക്ക് കൊണ്ടുവരുന്നതിൽ എതിർപ്പുന്നയിക്കാൻ കാരണം? ദിവ്യ, ഈ മിനിമം മാർക്ക് ഏറ്റവും സുപ്രധാന തീരുമാനമായിട്ടാണ് കഴിഞ്ഞ SSLC ഫലപ്രഖ്യാപനത്തിൻ്റെ അന്ന് മന്ത്രി പ്രഖ്യാപിച്ചത്. അതിന് തൊട്ട് പിന്നാലെ തന്നെ വലിയ ചർച്ചകളും വലിയ ആലോചനകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനുവേണ്ടി പ്രത്യേക വിദ്യാഭ്യാസ കോൺക്ലേവ് നടത്തുമെന്നുള്ള അറിയിപ്പെല്ലാം തന്നെ തൊട്ട് പിന്നാലെ വന്നിരുന്നു. ഇപ്പോൾ ഈ സബ്ജക്ട് മിനിമം അല്ലെങ്കിൽ മിനിമം മാർക്ക് എന്ന ആ ഒരു സംവിധാനത്തിൽ കടുത്ത എതിർപ്പുമായാണ് KSTA രംഗത്ത് വന്നിരിക്കുന്നത്. അവർ അതിന് അങ്ങനെ ഒരു എതിർപ്പ് ഉന്നയിക്കാനുള്ള കാരണം ഇത്തരത്തിൽ പെട്ടെന്ന് ഒരു സബ്ജക്ട് മിനിമം അല്ലെങ്കിൽ അങ്ങനെ ഒരു മിനിമം മാർക്ക് രീതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊരു കൂട്ടത്തോൽവിയിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട്. അത് പ്രധാനമായും പാർശ്വവൽക്കരിക്കപ്പെട്ട വിദ്യാർത്ഥികളെയാകും പ്രധാനമായും ബാധിക്കുക. കാരണം ഇത്തവണ റിസൾട്ട് എടുത്ത് പരിശോധിച്ചാൽ C ഗ്രേഡ് നേടിയ C+, അതിൽ താഴേക്ക് ഗ്രേഡ് കിട്ടിയിരിക്കുന്നവരെല്ലാം തന്നെ ഇത്തരത്തിൽ പലവിധ സാമ്പത്തിക സാമൂഹ്യ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കുട്ടികളാണ്. അവർക്ക് മേൽ ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പില്ലാതെ അല്ലെങ്കിൽ വേഗത്തിൽ ഒരു തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്കത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുവഴി സർക്കാരിന് തന്നെ രാഷ്ട്രീയമായി പല തിരിച്ചടികളും നേരിടാനുള്ള കാരണമായി പോലും ഇത് മാറിയേക്കാമെന്നാണ് KSTA പറയുന്നത്. കാരണം ഈ അക്കാദമിക വർഷം സബ്ജക്ട് മിനിമം കൊണ്ടുവന്നാൽ അതിൻ്റെ ഫലപ്രഖ്യാപനം ഉണ്ടാവുക 2025 2025 ഏപ്രിൽ മെയ് മാസത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുകയാണ്. ആ സമയത്ത് ഇത്തരത്തിൽ വിജയശതമാനത്തിൽ വലിയ ഇടിവുണ്ടായി കഴിഞ്ഞാൽ അന്നത്തെ തെരഞ്ഞെടുപ്പിൽ അടക്കം അത് തിരിച്ചടി ഉണ്ടാകാനും മുന്നണി അടക്കം അത് ബാധിക്കാനുമുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ തീരുമാനം കൃത്യമായ കൂടിയാലോചനകൾ നടക്കാതെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നൊരു ആരോപണം കൂടി ഇതിനോടൊപ്പം KSTA മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ പറയുന്നത് അധ്യാപക സംഘടനാ പ്രവർത്തകരുമായിട്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വിദഗ്ധരുമായിട്ടോ ഒരു ആലോചന നടന്നിട്ടില്ല. പകരം